ഹലോ ഗൈസ്, ഞാൻ റീന. അപ്പോൾ വെൽക്കം ടു ദ കൊന്ന വ്ളോഗ് പാർട്ട് 3. അപ്പോൾ ഇന്നലെ നമുക്ക് നല്ല മഴ കിട്ടീന്. അല്ലെങ്കിൽ നല്ലൊരു വന്നാൽ മഴയൊക്കെ പെയ്യുന്നല്ലേ. അപ്പോൾ നമ്മൾ എളാമ്മാൻ്റെ വീട്ടിലാണ്. രാവിലെ തന്നെ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് നല്ല കട്ടൻ ചായ കുടിച്ച് നമ്മളിങ്ങനെ നടക്കാനിറങ്ങിയതാണ്. ഈ സമയത്ത് കട്ടൻ ചായ കുടിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എളാമ്മാൻ്റെ കുരിപ്പ് നമ്മളെ വലിച്ചിറക്കി കൊണ്ടുപോകണം. മുന്നിൽ നമ്മളറിയാത്തൊരു ഹിഡൻ സ്പോട്ട് എന്നാൽ പിന്നെ അത് വൈറലാക്കിയിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയിട്ടാണ്. പക്ഷെ റോഡ് വളരെ മോശമാണ്. ലാസ്റ്റ് ആ കുരിപ്പ് പറയും പോത്ത് മണ്ടുന്ന സ്ഥലമാണ് ഞാൻ ഓള് പറഞ്ഞ ഹിഡൻ സ്പോട്ട്. ഓളെ ചവിട്ടി തള്ളിയിടാണ് എനിക്കപ്പോൾ തോന്നിയത്. കട്ടൻ ചായ പോയിട്ട് പച്ചവെള്ളം വാങ്ങാൻ പോലും ഇവിടെ പെട്ടിപ്പീടില്ല എന്നുള്ള സത്യം അപ്പോഴായിട്ടൊക്കെ മനസ്സിലായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലൊരു കണി കണ്ടിട്ടാ. അപ്പോൾ എല്ലാവർക്കും ശുഭദിന. ഞാൻ അതൊക്കെ കണ്ട് ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം കൊടിഞ്ഞിക്കാരുമാണ് ഇന്നെ തീർന്നു തരും. പിന്നെ നമ്മൾ കൊടിഞ്ഞിപ്പള്ളി എത്തുന്നു കണ്ടിട്ട് അതിൻ്റെ വലിയൊരു ആഗ്രഹം. ഞാൻ ഇതുവരെ എത്തുന്നു കണ്ടിട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ കുറേ വർഷം പഴക്കമുള്ള ഒരു ആൽമരം കണ്ടു. അപ്പോൾ കൊടിഞ്ഞിക്കാട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആൽമരത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എത്ര കൊടിഞ്ഞിക്കാർക്ക് അത് അറിയാമെന്നൊന്ന് ഞാൻ നോക്കണം. പിന്നെ ഇങ്ങനത്തെ വയ്യും മയക്കാറ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ന്യൂസ് എടുക്കുക. അതിൻ്റെ അടുത്ത് ഒരു പെട്ടിപ്പീടി കണ്ടു മക്കളെ. അവിടെയുള്ള മുട്ടായിയൊക്കെ കണ്ടിരിക്കും വാങ്ങാൻ പൂതിയോ. സെൻട്രൽ ഫ്രഷും പിന്നെ ആരക മുട്ടായി നമ്മളെ ഓക്കമുട്ടായൊക്കെ ഉണ്ട്. കയ്യിലാണ് 5 പൈസ അല്ലേ. ഈ കുരിപ്പാണെങ്കിൽ ഓള് മേടിച്ചിടുന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി നമ്മൾ കൊടിഞ്ഞിയിൽ ഏതോ ഒരു വലിയ വീട്ടിലെത്തി. ഇവിടെയുള്ള അധികം ആൾക്കാർ ഇവിടെ നിന്നാണ് ഫോട്ടോഷൂട്ട് എടുക്കലെന്നൊക്കെയാണ് കൊടിഞ്ഞിക്കാറ്റിയായി ഇവള് പറഞ്ഞത്. അങ്ങനെ മുള്ളിൽ കയറി അടിപൊളി നല്ല രസമുള്ള വീടാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവരെന്തിനാണ് കെട്ടിയൊരുങ്ങി വന്നതെന്ന്. സത്യം പറഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലേസ് തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ മഴ പെയ്തുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ, മൂടിക്കണം. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട്. പിന്നെ നല്ല ആൾക്കാരാട്ടോ നമ്മളെ ഉള്ളിൽ കയറ്റണമൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി ഫോട്ടോസൊക്കെ എടുത്താൽ നമുക്ക് തിരിച്ച് പോരാ, വീടൊന്നും പറയില്ല കേട്ടോ. പക്ഷേ എടുക്കുന്നതിന് മുന്നേ പെർമിഷൻ എടുക്കുക. പിന്നെ പറഞ്ഞിട്ടാൽ ഞാനിങ്ങനെ കുപ്പായം മാറ്റിയെന്നല്ലേ, ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നീന് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു ബ്ലോഗർ അല്ലടോ. പിന്നെ അത്ര ഫേമസ് ഒന്നുമല്ല. നിങ്ങളൊക്കെ വിചാരിച്ചാലേ നമ്മൾ ഫേമസ് ആവുള്ളൂ. ആദ്യം പോകുമ്പോൾ നല്ല വൈബൊക്കെ തന്നെ. ഇനി വരുമ്പോൾ കട്ടൻ ചായ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചൊരു പരിപാടിയിട്ടാണ്. വിൻഡോ സീറ്റിൽ അത് നല്ല മയക്കാറുള്ള സമയത്ത് ഇരുന്നാണ് ഇങ്ങനെ പോയൊരു പ്രത്യേക രസമാട്ടോ. കൂടെ നമ്മൾ പണ്ടത്തെ ദിലീപിൻ്റെ പടത്തിൽ പാട്ടും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലാട്ടോ. ബസ് ഇറങ്ങി നടക്കുമ്പോഴാട്ടോ കുട്ടികൾ മീൻ പിടിച്ചാണ്ട് കവറിലാക്കി കൊണ്ടുപോകണം കണ്ടിട്ട് ഒന്ന് നമ്മക്ക് ചോദിച്ചപ്പോൾ പോകത്തള്ളയാണ്. എഡായി ഗൈസ്. അപ്പോൾ ബൈ.